കമ്മ്യൂണിസ്റ്റുകാർ UDF-നും കോൺഗ്രസിനുമൊക്കെ വോട്ട് ചെയ്തു. ഞാൻ പറയുന്നതല്ല, ഇത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ അത്ഭുതപ്പെടും. കാരണം അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വേറെയാണ്. അതായത് പാർട്ടിയെ രക്ഷിക്കണം, പ്രസ്ഥാനത്തെ രക്ഷിക്കണം. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ CPM തീരും. അതോടുകൂടി അവരുടെ ചരമക്കോളം തയ്യാറാകും. അതുകൊണ്ട് പാർട്ടിയെ രക്ഷിക്കുന്നതിനായിട്ട്, പാർട്ടിയെ ഇങ്ങനെ നിലനിർത്തുന്നതിനായിട്ട് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് CPM സഖാക്കൾ വ്യാപകമായി വോട്ട് ചെയ്തു, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഇത് വിചിത്രമായി തോന്നുമെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു പ്രാവശ്യം ജയിക്കുന്നതോടുകൂടി, ഇനി ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വരുന്നതോടുകൂടി CPM എന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അസ്തമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ അതോടുകൂടി അസ്തമിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തുടക്കം മുതലേ പല വാർത്തകളിലും ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതാദ്യം പറഞ്ഞത് അധ്യാപകനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ MN കാരശ്ശേരി മാഷാണ്. CPM ജയിച്ചാൽ CPM തീർന്നു, കോൺഗ്രസ് തോറ്റാൽ കോൺഗ്രസ് തീർന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുപോലെ പാർട്ടിയെ രക്ഷിക്കാനായിട്ട്, പ്രസ്ഥാനത്തെ രക്ഷിക്കാനായിട്ട് വ്യാപകമായി CPM-നെ തോൽപ്പിക്കുന്നതിനായിട്ട് സഖാക്കളൊക്കെ തന്നെ UDF-ന് വോട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് ഉണ്ണിത്താനും സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എത്ര പാർട്ടി ചവിട്ടി പുറത്താക്കിയാലും, പാർട്ടി ചീത്ത വിളിച്ചാലും, നടപടിയെടുത്താലും, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവർക്ക് അരിവാൾ ചുറ്റികയ്ക്ക് മാത്രം വോട്ട് കുത്തിയാണ് ശീലം. അങ്ങനെയുള്ളവർ കൈപ്പത്തിക്കോ അല്ലെങ്കിൽ മറ്റ് ചിഹ്നങ്ങൾക്കോ വോട്ട് കുത്തണമെങ്കിൽ ആ പാർട്ടിയെ എത്രമാത്രം അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം എന്ന് നമുക്ക് അതിൽ വിരോധാഭാസമായി പറയാം, അല്ലെങ്കിൽ വ്യംഗ്യമായി പറയാം. പാർട്ടി ജയിക്കരുത്, ജയിച്ചാൽ പാർട്ടിയുടെ കാര്യം പോക്കാണ്, CPM-ൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി തോൽക്കണം, തോറ്റ് ഇനി പ്രതിപക്ഷത്തിരിക്കണം. ഒന്ന് മാറി മാറി ഇരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇനി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിലാണ് പാർട്ടിക്ക് കൂടുതൽ സമര പോരാട്ടങ്ങളിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കും, സർക്കാരിനെതിരെ തിരിയാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. അപ്പോൾ പ്രതിപക്ഷത്തെ ശക്തമായൊരു പ്രതിപക്ഷമായി ഇരിക്കണം. അതോടുകൂടി പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പുതിയ ഒരു ചുവടുവയ്പ്പായിട്ട് ഇത് മാറാം. പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളായിട്ട് തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് പാർട്ടി തോൽക്കണം എന്ന് സഖാക്കൾ ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സൂചനയിലേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിരൽ ചൂണ്ടുന്നത്. ഒരുപക്ഷെ ഉണ്ണിത്താൻ്റെ ആഗ്രഹമായിരിക്കാം ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിന് ചില ഗ്രൗണ്ട് റിപ്പോർട്ടുകളുമൊക്കെ കിട്ടിക്കാണുമായിരിക്കും ഇത്തരത്തിൽ വോട്ട് മാറി ചെയ്തു എന്നുള്ളത്. UDF-ന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിൽ ഇത്തരം വോട്ടുകൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MP അത് പറഞ്ഞത്. അപ്പം പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത വളരെ വിചിത്രമായ, അത്ഭുതപ്പെടുത്തുന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്.